ത്രീ ടൈംസ് സെയ്റ്റ് അക്ക ഗീതു മോഹൻദാസിന്റെ ടോക്സിക് മൂവി റിവ്യൂ. 500 1000 10,000 കോടിയും കണ്ട് മുടക്കിയ ഒരു പടം എങ്ങനെ വൃത്തികേടായി ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് ഈ പടത്തിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. യാഷണ്ണ, നിങ്ങൾ എങ്ങനെ ഈ KGF ശേഷം നിങ്ങൾ എങ്ങനെ ഈ പടത്തിന് പോയി തലവെച്ചു? അതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ബേസിക് ഒരു കഥയോ അതുപോലും ഇല്ലാത്തൊരു പടത്തിന് എങ്ങനെ പോയി തലവെച്ചു? അതും KGF പോലെ ഒരു കിടിലൻ മൂവിക്ക് ശേഷം നിങ്ങൾ ചെയ്തൊരു പടം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി? കഥ നന്നാകണം, ഓക്കെ, കഥ നന്നായില്ല. സ്ക്രീൻ പ്ലേ നന്നായില്ല, പോട്ടെ, ഡയറക്ഷൻ നന്നാകണം, എന്തെങ്കിലും ഒന്ന് നന്നാകണ്ടേ? ഗീതു അക്കയോട് എനിക്ക് ആകെ പറയാനുള്ളത്, നിങ്ങള് കസബ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോ, മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോ സെയ്റ്റ് 3 തവണ പറയിപ്പിച്ച് പാർവതി തിരുവോത്തിനെ പോലെ ഒരു നല്ല നടീനെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കി. അത് കഴിഞ്ഞപ്പോ ഇതേ വേറൊരു പടം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര മഹത്തരമായ ഒരു പടം എടുക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറഞ്ഞതെന്ന്. ആ വാക്കിനോട് എന്തെങ്കിലും നീതി പുലർത്തിയോ നിങ്ങൾ? അത് പോട്ടെ, പടം എന്തിനെങ്കിലും ഒരു 5 പൈസക്ക് 5 മണിക്ക് ഇറങ്ങിയ ആൾക്കാർ 6 മണിക്ക് പോയിട്ട് യാഷണ്ണന്റെ പ്ലാക്കിൽ കാണേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെയാണോ ഒരു പടം ചെയ്യുന്നത്? അതൊക്കെ പോട്ടെ, ഇപ്പൊ കസബ മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്തായാലും എന്താ പറയാ, കസബ എന്ന് പറഞ്ഞൊരു മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അതിനെ നിങ്ങൾ ഒരു സിനിമേനെ ആദ്യം സിനിമയായിട്ട് കാണണം. ഈ ടോക്സിക് സിനിമേനെ ഒരു സിനിമയായിട്ടെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. ഊമ്പി ഒരു പടത്തിന് ഇത്രയും ഒരുമാതിരി മൂഞ്ചിയ ഡയറക്ഷനും എന്താ പറയാ, എല്ലാ തരത്തിലും നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പടമാണെന്ന് തന്നെ ഞാൻ പറയും. ഈ പടത്തിലെ ഒരു പോസിറ്റീവ് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, യാഷിന്റെ ലുക്ക്. അല്ലാണ്ട് ഒരു വക മനുഷ്യന്മാരെ ഇരുത്താൻ പറ്റുന്ന ഒരു പോയിന്റ് പോലും ആ പടത്തിലില്ല. 3 മണിക്കൂർ ചുമ്മാ ഇരുന്ന് എന്താ പറയാ, ടിഷും വെടി പുക കാണാൻ വേണ്ടി. ഓക്കെ, മലങ്കട്ട് സാധനമാണെങ്കിൽ ഇരുന്ന് കാണുമെങ്കിലും ചെയ്യാം, വെടി പൊട്ടുന്നതും ഇടി പൊട്ടുന്നതൊക്കെ കാണുവാന്ന് വെക്കാം. ലോജിക്കില്ലാണ്ട് ഇങ്ങനെ ചുമ്മാ വെടി പൊട്ടിക്കാൻ, ഇത് എന്താന്നിത്? ഓണമായതുകൊണ്ട് ചുമ്മാ വെടിക്കെട്ടന്റെ പൊരയങ്ങടെ ആക്കുവാണോ? പൊട്ടി എന്താ പറയാ, ഓണമായിട്ട് നമ്മുടെ ഗീതു ചേച്ചി ഇതേ നല്ല ഒരു ഓണപ്പൂക്കുറ്റി കമ്പിത്തിരി പൊത്തിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും തിരുവോണത്തിന് എല്ലാവരുടെയും തിരുവോണം കുളവാക്കിയ ഗീതു മോഹൻദാസ് സെയ്റ്റ് ചേച്ചി അക്ക, ഹാർട്സ് ഓഫ് യു. ഇനിയും ഇങ്ങനത്തെയുള്ള പ്ലാക്കിലുമായിട്ട് വരണം. ഉറപ്പായിട്ടും മലയാളി പ്രേക്ഷകരും ഇന്ത്യൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത ഡയറക്ഷന് വേണ്ടി. യാഷണ്ണ അടുത്ത തവണയിലും നല്ലൊരു കഥ കേട്ടിട്ട് നല്ലൊരു പടം എടുക്കണം. ഈ പടം കണ്ടുകൊണ്ട് KGF നിങ്ങളോട് തോന്നിയ ഇഷ്ടം വരെ നശിച്ച് നാരായണക്കൽ എടുത്തിട്ടുണ്ട്. ആകെ പറയാനുള്ളത്, എൻ്റെ അഭിപ്രായമാണിത്. നിങ്ങൾക്ക് ഈ പടം കാണണമെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാം. 150 200 500 രൂപ കൊടുത്ത് ഈ പടം കാണാം. മലങ്കൾട്ടാണെങ്കിൽ മലങ്കൾട്ട് എന്തെങ്കിലും പറയാം. വെടി പുക പ്ലാക്കൽ സർവീസിന് വേണ്ടി ഒരു പടം 500 1000 കോടിക്ക് എന്തിനെടുത്തു എന്നാണ് ഒരു ചോദ്യം. അപ്പൊ ഗായ്സ്, പുതിയ മൂവി റിവ്യൂസും പരിപാടികളൊക്കെ കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം സെയ്റ്റ് അക്ക നല്ല മൂഞ്ചിച്ച് കേട്ട ഓണം. ബൈ ഗായ്സ്, ജിബിൻ ടോക്സ്.